സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്താണ് യൂണിവേഴ്സിന് താങ്കളോട് പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിനോട് 3 സന്ദേശങ്ങൾ ഞാൻ ചോദിക്കുന്നു. ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു എനർജി, എന്ത് ഊർജ്ജമായിരിക്കും താങ്കൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് യൂണിവേഴ്സിന് താങ്കൾക്കുള്ള ഗൈഡൻസ്, എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. 3, എന്ത് ഏരിയയിലാണെന്ന് ഫോക്കസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നത്, എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എനർജിയിലായിരിക്കും താങ്കൾ ഇന്ന് വർക്ക് ചെയ്യുക എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വയം നിർമ്മിതമായിട്ടുള്ള ചില ചിന്തകളിൽ അകപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്നൊരു കാർഡാണ്. ഈ കാർഡ് നമ്മളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നു വിചാരിക്കുന്ന ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങളാണ്. ഇത് സ്വയം കണ്ണുകൾ അടച്ചു കെട്ടി നമ്മൾ സ്വയം കിട്ടിയിരിക്കുന്ന ഒരു കാർഡാണ് 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള വ്യക്തിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണാം. ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി. ഈ വ്യക്തി ഒരു മിററിൽ നോക്കുമ്പോൾ കാണുന്ന ചിത്രമാണ്. അപ്പോൾ ഇന്നത്തെ കാർഡ് താങ്കളോട് പറയുന്ന എനർജി എന്ന് പറയുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചെയ്യണം. ചിലപ്പോൾ ചിത്രത്തിൽ കാണുന്നത് യഥാർത്ഥമായിക്കൊള്ളണമെന്നില്ല എന്നാണ്. 2, എന്താണെന്ന് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സമ്പാദ്യം കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാർഡിൽ നിന്ന് ഗൈഡൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇന്ന് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അതായത് വലിയൊരു തീരുമാനം ലൈക്ക് ഒരു കാറ് വാങ്ങാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വലിയ ഇതിലുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ചെയ്യാനാണ് പറയുന്നത്. കുടുംബത്തിൻ്റെ, അതായത് ലോങ് ടേമിൽ കുടുംബത്തിന് അത് ഗുണം ചെയ്യുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് പറയുന്നത്. പുതിയ മക്കളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ ലോങ് ടേമിലോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. കാശ് എന്ന് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാണ് ഈ കാർഡ് താങ്കൾക്ക് നൽകുന്ന സന്ദേശം. എവിടേക്കാണ് നാം ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്, രഹസ്യങ്ങളുടെ കാർഡാണ്, തീർച്ചയായിട്ടും സീക്രട്ട് നോളജിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ അവബോധത്തെ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം നമുക്ക് വന്ന കാർഡ് 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന മിഥ്യാബോധത്തിൻ്റെ കാർഡാണ്. 2, ഇന്ന് ധനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അവബോധം, നമ്മൾ ഉള്ളിലിൻ്റെ വോയിസ് എന്താണ് പറയുന്നത്, ആന്തരിക ശബ്ദം. അതുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് സമാധാനമായിട്ട് മനസ്സെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേട്ട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.